നമസ്കാരം. ഇൻഫോർ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചൊവ്വൂരിൽ ബസ് സ്റ്റോപ്പിലേക്ക് ബസ് ഇടിച്ചു കയറി അപകടം. 3 സ്ത്രീകൾക്ക് പരിക്ക്, ഒരാളുടെ നില ഗുരുതരം. തൃശൂർ ഷൊർണൂർ സംസ്ഥാന പാതയിലെ മുളങ്കുന്നത്തുകാവിൽ ലോറിയും കാറും കൂട്ടിയിടിച്ച് അപകടം. പ്രദേശത്ത് വൻ ഗതാഗത കുരുക്ക്. ചേർപ്പ് സെയിന്റ് ആന്റണീസ് പള്ളിക്ക് സമീപം വളർത്തുകോഴികളെ തെരുവ് നായ്ക്കൾ കൊന്ന നിലയിൽ കണ്ടെത്തി. നോട്രേഡേം സ്കൂൾ വെട്ടിക്കുഴി അവാർഡ് ഡേ സംഘടിപ്പിച്ചു. 2024-25 വർഷം ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. കൂട്ടായൊരുക്കാം പച്ചക്കറിത്തോട്ടം. കുടുംബശ്രീ CDS നടപ്പിലാക്കുന്ന ടെറസ് ഫാമിംഗ് പദ്ധതിക്ക് ചാലക്കുടിയിൽ തുടക്കമായി. ഉന്നത വിജയം നേടിയ മുഴുവൻ കുട്ടികൾക്കും വിദ്യാഭ്യാസ അവാർഡ് ദാനം നടത്തി. വിശദമായ വാർത്തയിലേക്ക്. ചൊവ്വൂരിൽ ബസ് സ്റ്റോപ്പിലേക്ക് ബസ് ഇടിച്ചു കയറി അപകടം. 3 സ്ത്രീകൾക്ക് പരിക്ക്, ഒരാളുടെ നില ഗുരുതരം. ചൊവ്വൂർ അഞ്ചാങ്കല്ലിൽ ട്രാഫിക് പഞ്ചിംഗ് ബൂത്തിന് സമീപം ബസ് സ്റ്റോപ്പിലേക്ക് സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് ഇടിച്ചു കയറി 3 സ്ത്രീകൾക്ക് പരിക്കേറ്റു. ചെറുവത്തേരി സ്വദേശിനി കാര്യാട്ടുപറമ്പിൽ സംഗീത, പ്രേമ, സൈന എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ ചേർപ്പ് രോഹിണി ആശുപത്രി, കൂർക്കഞ്ചേരി എലൈറ്റ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. കൊടുങ്ങല്ലൂരിൽ നിന്ന് തൃശൂരിലേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ബസ് ഇടിയുടെ ആഘാതത്തിൽ ബസ് സ്റ്റോപ്പും സമീപത്തെ വൈദ്യുതി കാലുകളും തകർന്നു വീണു. വൈദ്യുതി ബന്ധം നിലച്ചു. ഇന്നുച്ചയ്ക്ക് 12:10 അപകടം നടന്നത്. മാസങ്ങൾക്ക് മുൻപ് ഇതേ സ്ഥലത്ത് നിയന്ത്രണം വിട്ടുവന്ന ബസ് യാത്രക്കാരിയെ ഇടിച്ചു തെറിപ്പിച്ചിരുന്നു. ബസ്സുകളുടെ അമിത വേഗത മൂലം മേഖലയിൽ അപകടങ്ങൾ പതിവായിരിക്കുകയാണെന്ന് നാട്ടുകാർ ആരോപിച്ചു. തൃശൂർ ഷൊർണൂർ സംസ്ഥാന പാതയിലെ മുളങ്കുന്നത്തുകാവിൽ ലോറിയും കാറും കൂട്ടിയിടിച്ച് അപകടം. പ്രദേശത്ത് വൻ ഗതാഗത കുരുക്ക്. ഇന്ന് രാവിലെയായിരുന്നു അപകടം. തടി കയറ്റി വന്ന ലോറിയും കാറുമാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. കാർ ഡ്രൈവർക്ക് നിസാര പരിക്കേറ്റു. അപകടം നടന്ന് മണിക്കൂറുകൾ പിന്നിട്ടിട്ടും ലോറി റോഡിൽ നിന്ന് മാറ്റാനാകാത്തതാണ് ഗതാഗത കുരുക്കിന് കാരണം. ഇതോടെ തൃശൂർ ഷൊർണൂർ റോഡിന്റെ ഇരുവശത്തേക്കും 2 കിലോമീറ്ററോളം ദൂരത്തിൽ വാഹനങ്ങൾ കുരുങ്ങി. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മിനിറ്റുകൾക്കിടയിൽ നിരവധി ആംബുലൻസുകൾ പോകുന്ന പാതയാണ് ഗതാഗത കുരുക്കിൽ പെട്ടത്. ചേർപ്പ് സെയിന്റ് ആന്റണീസ് പള്ളിക്ക് സമീപം വളർത്തുകോഴികളെ തെരുവ് നായ്ക്കൾ കൊന്ന നിലയിൽ കണ്ടെത്തി. മാടക്കായി ജെയ്സൺ ആന്റണിയുടെ വീട്ടിലെ 50ഓളം കോഴികളെയാണ് തെരുവ് നായ്ക്കൾ ആക്രമിച്ചത്. ഇന്ന് പുലർച്ചെയാണ് സംഭവം. വീടിന്റെ പിന്നിലെ കോഴിക്കൂടിന്റെ ഇരുമ്പുകൂട് പൊളിച്ചാണ് നായ്ക്കൾ അകത്ത് കടന്നത്. നേരത്തെയും കോഴികളെ നായ്ക്കൾ കടിച്ചു കൊന്നിരുന്നതായി വീട്ടുകാർ പറഞ്ഞു. നോട്രേഡേം സ്കൂൾ വെട്ടിക്കുഴി അവാർഡ് ഡേ സംഘടിപ്പിച്ചു. 2024-25 വർഷം ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. അവാർഡ് ഡേ സമ്മേളനം സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലത്തിൽ സാധാരണക്കാരുടെ മക്കൾ പഠിക്കുന്ന ഈ വിദ്യാലയം സമൂഹത്തിൽ ഉന്നത നിലവാരം പുലർത്തുന്ന വിദ്യാർത്ഥികളെ വാർത്തെടുക്കുന്നതിൽ മുൻപന്തിയിലാണെന്ന് MLA അഭിപ്രായപ്പെട്ടു. പ്രിൻസിപ്പാൾ സിസ്റ്റർ ജൂലി SND, മാനേജർ സിസ്റ്റർ സത്യ SND, PTA പ്രസിഡന്റ് ദിലിക് ദിവാകരൻ, വൈസ് പ്രസിഡന്റ് സ്റ്റീഫൻ ആജാടൻ, സെക്രട്ടറി ആശ ലിംസൺ KJ, സ്കൂൾ ടോപ്പർ ഗൗരി നന്ദ CD എന്നിവർ ആശംസകൾ അർപ്പിച്ചു. പൂർവ്വ വിദ്യാർത്ഥി അഡ്വക്കേറ്റ് രോഹിത് MAയെ ആദരിച്ചു. നിർമ്മല CV സ്വാഗതവും സുമൻ ജോസഫ് നന്ദിയും അറിയിച്ചു. കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. കൂട്ടായൊരുക്കാം പച്ചക്കറിത്തോട്ടം. കുടുംബശ്രീ CDS നടപ്പിലാക്കുന്ന ടെറസ് ഫാമിംഗ് പദ്ധതിക്ക് ചാലക്കുടിയിൽ തുടക്കമായി. വിആർപുരം കസ്തൂർബ കേന്ദ്രത്തിലെ തുറസായ സ്ഥലത്ത് ADS കമ്മിറ്റി ഭാരവാഹികൾ, അയൽക്കൂട്ട അംഗങ്ങൾ എന്നിവർ കൂട്ടായാണ് പച്ചക്കറിത്തോട്ടം ഒരുക്കുന്നത്. പച്ചക്കറി തൈകളുടെ പരിപാലനം പരിസരത്തുള്ള അയൽക്കൂട്ട അംഗങ്ങൾ ഏറ്റെടുത്ത് നടത്തും.
സംസ്ഥാന കുടുംബശ്രീ മിഷൻ ചാലക്കുടി CDSൽ നടപ്പിലാക്കുന്ന ചലനം മെന്റർഷിപ്പ് ക്യാമ്പയിന്റെ ഭാഗമായി ഓരോ വാർഡുകളിലും തനത് പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിന്റെ ഭാഗമായാണ് ഒത്തൊരുമയുടെ ഈ ഉദ്യമത്തിന് തുടക്കം കുറിച്ചത്. പദ്ധതിയുടെ ഭാഗമായി മണ്ണും വളവും നിറച്ച 2200-ലധികം ഗ്രോ ബാഗുകളും പച്ചക്കറി തൈകളുമാണ് കുടുംബശ്രീ CDS വഴി വാർഡുകളിലേക്ക് വിതരണം ചെയ്തത്. ഇതിനായി 1.85 ലക്ഷം രൂപ ജില്ലാ മിഷൻ അനുവദിച്ചു. പദ്ധതിയുടെ ഭാഗമായി കസ്തൂർബ കേന്ദ്രത്തിൽ നടന്ന തൈ നടീൽ പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ ഷിബു വാലപ്പൻ ഉദ്ഘാടനം ചെയ്തു. CDS വൈസ് ചെയർപേഴ്സൺ ജോമോൾ ബാബു അധ്യക്ഷയായി. CDS ഭരണസമിതി അംഗം സിന്ധു ജയരാജ്, ഉപജീവന ഉപസമിതി കൺവീനർ സനു ജോജി, ADS ചെയർപേഴ്സൺ ഇന്ദിര ബാബു, സെക്രട്ടറി സുകന്യ സനേഷ്, കമ്മ്യൂണിറ്റി ഓർഗനൈസർ നീതു അഭിലാഷ്, കുടുംബശ്രീ മെന്റർ റസിയ മമ്പാട്ട് എന്നിവർ പ്രസംഗിച്ചു. ഉന്നത വിജയം നേടിയ മുഴുവൻ കുട്ടികൾക്കും വിദ്യാഭ്യാസ അവാർഡ് ദാനം നടത്തി. ലിറ്റിൽ ഫ്ലവർ ചർച്ച് സോഷ്യൽ ആക്ഷൻ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിലാണ് ഇടവകയിലെ 10-12 ക്ലാസുകളിൽ എല്ലാ വിഷയങ്ങളിലും A+ വാങ്ങി ഉന്നത വിജയം നേടിയ മുഴുവൻ കുട്ടികൾക്കും വിദ്യാഭ്യാസ അവാർഡ് ദാനം നടത്തിയത്. സ്റ്റേറ്റ്, CBSE, ICSE വിഭാഗം കുട്ടികളെ ഉൾപ്പെടെ ക്യാഷ് അവാർഡും മെമന്റോയും നൽകി ആദരിച്ചു. ശനിയാഴ്ച രാവിലെ 9:30 ലിറ്റിൽ ഫ്ലവർ ചർച്ച് കോംപ്ലക്സ് ഹാളിൽ നടന്ന ചടങ്ങിൽ വികാരി ഫാദർ ടോം മാളിയേക്കൽ അധ്യക്ഷത വഹിച്ചു. സോഷ്യൽ ആക്ഷൻ ഫോറം രൂപത എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ തോമസ് നട്ടേക്കാടൻ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രസിഡന്റ് പോൾ പുല്ലൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി ജാൻസി വിൽസൺ നന്ദിയും പറഞ്ഞു. മതബോധനം രൂപത സ്കോളർഷിപ്പ് പരീക്ഷയിലെ റാങ്ക് ജേതാക്കളെയും സംഘടനാ മീറ്റിംഗുകളിൽ മുടങ്ങാതെ പങ്കെടുത്തവരെയും സംഘടനയിലേക്ക് ഏറ്റവും കൂടുതൽ പിരിവ് സംഭാവന ചെയ്ത കുടുംബ സമ്മേളന യൂണിറ്റിനെയും ചടങ്ങിൽ ആദരിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ റെയ്സൻ തട്ടിൽ, ട്രസ്റ്റി സെബി പെരേപാടൻ, കേന്ദ്ര സമിതി പ്രസിഡന്റ് ഡെയ്സൺ മേനാച്ചേരി, ഹെഡ്മാസ്റ്റർ മെസ്റ്റിൻ PC എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സെക്രട്ടറി ബീന ഡേവിസ്, ട്രഷറർ വർഗീസ് ചേനത്ത് പറമ്പിൽ, PK കൊച്ചാപ്പു, PK ജോസഫ്, TK ജോസ് എന്നിവർ നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 25 രൂപ കൂടി ഗ്രാമിന് 9235 രൂപ, പവന് 73,880 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചൊവ്വൂരിൽ ബസ് സ്റ്റോപ്പിലേക്ക് ബസ് ഇടിച്ചു കയറി അപകടം. 3 സ്ത്രീകൾക്ക് പരിക്ക്, ഒരാളുടെ നില ഗുരുതരം. തൃശൂർ ഷൊർണൂർ സംസ്ഥാന പാതയിലെ മുളങ്കുന്നത്തുകാവിൽ ലോറിയും കാറും കൂട്ടിയിടിച്ച് അപകടം. പ്രദേശത്ത് വൻ ഗതാഗത കുരുക്ക്. ചേർപ്പ് സെയിന്റ് ആന്റണീസ് പള്ളിക്ക് സമീപം വളർത്തുകോഴികളെ തെരുവ് നായ്ക്കൾ കൊന്ന നിലയിൽ കണ്ടെത്തി. നോട്രേഡേം സ്കൂൾ വെട്ടിക്കുഴി അവാർഡ് ഡേ സംഘടിപ്പിച്ചു. 2024-25 വർഷം ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. കൂട്ടായൊരുക്കാം പച്ചക്കറിത്തോട്ടം. കുടുംബശ്രീ CDS നടപ്പിലാക്കുന്ന ടെറസ് ഫാമിംഗ് പദ്ധതിക്ക് ചാലക്കുടിയിൽ തുടക്കമായി. ഉന്നത വിജയം നേടിയ മുഴുവൻ കുട്ടികൾക്കും വിദ്യാഭ്യാസ അവാർഡ് ദാനം നടത്തി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. ഇന്നത്തെ വാർത്തയുടെ പുനർസംപ്രേക്ഷണം രാത്രി 10:30-നും 11:30-നും, രാവിലെ 6:30, 7:30, 8:30, ഉച്ചയ്ക്ക് 12 മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്.
വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.